നമസ്കാരം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 24 DNA ന്യൂസിന്റെ ഓഫീസ് തിരുവനന്തപുരം സൈബർ പോലീസ് റെയ്ഡ് ചെയ്യുകയും സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ വിവരം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ എനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു, ലോകായുക്തയെ വിശ്വാസമില്ല എന്ന് പറഞ്ഞു, ലോകായുക്തയെ പിണറായി വിജയൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, വ്യാജ വാർത്തകളാണ് എന്നാണ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന FIRൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ, പൊതുജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഏറ്റവും യോഗ്യനായ ഒരാൾ ഇന്ന് DNA ന്യൂസിനോടൊപ്പമുണ്ട്. ശ്രീ RS ശശികുമാർ. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഹർജി ലോകായുക്തയിൽ സമർപ്പിച്ചത്. അതിനുശേഷം എന്താണ് നടന്നത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറയും. നമസ്കാരം സാർ. നമസ്കാരം. ലോകായുക്തയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ കേരളത്തിലെ പൊതുജനങ്ങളൊക്കെ അറിയാം. എങ്കിൽ പോലും ഇപ്പോൾ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ വ്യാജമാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് സാർ അതിനെ കുറിച്ചൊന്ന് പറയാം? അല്ല, നമ്മുടെ സാധാരണക്കാർക്ക് എപ്പോഴും സമീപിക്കാൻ കഴിയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ലോകായുക്ത. നെപ്പോട്ടിസം, ഫേവറിറ്റിസം തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് നമുക്ക് കോടതിയിൽ ചെല്ലുകയും കോടതിയിൽ നമ്മുടെ തെളിവ് ഹാജരാക്കിയാൽ തീർച്ചയായിട്ടും കൃത്യമായ ഒരു വിധി ലോകായുക്തയിൽ നിന്നുണ്ടാകും. അതിനനുസൃതമായിട്ടാണ് 1999 ഈ നിയമം നടപ്പിലാക്കിയത്. വളരെ കാര്യക്ഷമമായ രീതിയിൽ ലോകായുക്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്യുന്നതായ വ്യാപകമായ ആക്ഷേപം ഉണ്ടായത്. അത് ഓഖി ആയാലും അത് കഴിഞ്ഞ് വെള്ളപ്പൊക്കത്തിനായാലും ആളുകൾ കയ്യയങ്ങ് സംഭാവന ചെയ്തു. കോടികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ശക്തമാകണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. കാരണം അതത് സ്റ്റേറ്റുകളാണ് നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന കലാമിറ്റീസ്, ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തം, അതുപോലെ തന്നെ മഹാമാരി തുടങ്ങി വന്നാൽ അവർ സഹായിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് എപ്പോഴും ഒരു ധനസഹായം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ശക്തമാകണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതനുസരിച്ചാണ് ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യങ്ങി സംഭാവന ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വ്യാപകമായി വന്നു. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനർഹരുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ള ഒരു ആക്ഷേപം വന്നു. ആക്ഷേപം വന്നപ്പോഴാണ് എനിക്ക് ദുരിതാശ്വാസ നിധി വളരെ വ്യക്തമായി വകമാറ്റി ചിലവാക്കുന്നതായിട്ടും, ചില കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുക്കുന്നതായിട്ടും, ചില മരണപ്പെട്ട നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അവരെ കുടുംബത്തിനെ സഹായിക്കുന്നതിന് കൊടുത്തായിട്ടും, ഒരു MLAയുടെ ഒരു CPMൻ്റെ ഒരു MLAയുടെ കുടുംബത്തിന് സ്വർണ്ണ വായ്പ തിരിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ കാറിൻ്റെ വായ്പ അടയ്ക്കുന്നതിന് കൊടുത്തു. അപ്പോൾ ഇതിനൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ളതല്ലോ. അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കുറച്ച് വ്യക്തത വരേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അതേക്കുറിച്ച് കൂടി അങ്ങൊന്ന് പറയാം. അല്ല, അതിന് കാരണം പ്രധാനമായിട്ട് നമ്മുടെ ഉഴവൂർ വിജയൻ, അതേ ഒരു NCP നേതാവ്, വാസ്തവത്തിൽ ഒരു വളരെ ഒന്നും വലിയതായിട്ട് സമ്പാദിച്ചിട്ടില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ, അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു വക്താവാണ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ആളല്ല. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു, മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് എന്ന നിലയിൽ. അതേപോലെ തന്നെയാണ് ചെങ്ങന്നൂർ MLA ആയിരുന്ന രാമേന്ദ്രൻ നായർ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം കുറേ വായ്പ എടുത്തിരുന്നു, ഗോൾഡ് ലോൺ. അപ്പോൾ അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു കാറുണ്ടായിരുന്നു, ആ കാറിൻ്റെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള പണം എല്ലാം ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്തത്. മാത്രമല്ല, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ എസ്കോർട്ട് കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ മരണപ്പെട്ട പോലീസുകാരൻ്റെ കുടുംബത്തിന്. അതെ, അത് മാത്രമല്ല, രാമേന്ദ്രൻ നായരുടെ മകന് സർക്കാർ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, സർക്കാർ ഡൈൻ സ്കീം ഉള്ളത് നമ്മുടെ സർക്കാർ ജീവനക്കാരൻ്റെ മക്കൾ ാണ് ആ ഡൈൻ സ്കീമിൽ ജോലി നൽകുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഒരു MLA 2 വർഷം സർവീസിന് അവിടെ കാലാവധി ഉണ്ടായിരുന്ന ഒരു MLA മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് സർക്കാരിൽ ജോലി കൊടുത്തു. അപ്പോൾ ഒരു BTech പാസ്സായി നിൽക്കുന്ന ഒരു പയ്യനാണ്.
അയാൾക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലി കൊടുത്തു എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ അയാൾ ചീഫ് എഞ്ചിനീയറാണ്. ഇവിടെ എംടെക്കും റാങ്കുമായിട്ട് നിൽക്കുന്ന പയ്യന്മാർ പിന്നെ ലൈൻ ഹെൽപ്പറായിട്ടും ലൈൻമാനായിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു MLA മകനായതുകൊണ്ട് മാത്രം അയാൾക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലി കൊടുക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? ഈ സാമ്പത്തിക സഹായത്തിന് പുറമെയാണ്. അതേപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ പൈലറ്റ് വാഹനം മറിഞ്ഞ് മരണപ്പെട്ട ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ഭാര്യയ്ക്ക് സെക്രട്ടേറിയറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കൊടുത്തു. അദ്ദേഹത്തിന് മരണമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിയമപ്രകാരമുള്ള മുഴുവൻ കൊടുത്തതിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രത്യേക റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 20 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ പണമൊക്കെ കൊടുത്തത്. അപ്പോൾ ഉഴവൂർ വിജയൻ 25 ലക്ഷം രൂപ കൊടുത്തതും 8.5 ലക്ഷം രൂപ സ്വർണ്ണ വായ്പ ഉൾപ്പെടുക്കുന്നതിന് വേണ്ടി ചെങ്ങന്നൂർ MLA കുടുംബത്തിന് കൊടുത്തതും ഇതെല്ലാം ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. അതിനാണോ നമ്മുടെ സാധാരണക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിക്ക് സംഭാവന നൽകുന്നത്? അതാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതിനുശേഷം ലോകായുക്തയിൽ എന്താണ് ഉണ്ടായത്? അങ്ങയുടെ ഒരു ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരായി വരുമെന്ന് കണ്ടുകൊണ്ടാണോ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ? അല്ല, വളരെ സുദീർഘമായ വാദങ്ങൾക്ക് ശേഷം ഇത് മെയിൻറ്റൈനബിൾ ആണെന്നും അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു. നോട്ടീസ് അയച്ച് വളരെ വലിയ ശക്തമായ വാദങ്ങൾ നടന്നപ്പോൾ അന്നത്തെ ലോകായുക്തയും ഉപലോകായുക്തയും ഈ കേസ് മുഖ്യമന്ത്രിക്ക് എതിരാവും എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലോകായുക്തയും തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെയുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ, അവർ വഴിയോറ്റു മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ കേസ് മുഖ്യമന്ത്രിക്കെതിരായ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് KT ജലീലിൻ്റെ കേസിൽ ഈ ലോകായുക്ത തന്നെ വിധി പ്രഖ്യാപനം നടത്തി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ വളരെ പവർഫുള്ളാണ് നമ്മുടെ ലോകായുക്ത നിയമം. അതേ ലോകായുക്ത നിയമം ക്ലാസ് 14 അനുസരിച്ച് അയാൾ അയോഗ്യനാണെന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ആ ഒരു സ്ഥാനത്ത് 1 മിനിറ്റ് തുടരാൻ കഴിയത്തില്ല. ക്ലാസ് 12 അനുസരിച്ച് ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പ്രഖ്യാപിക്കാം. അപ്പം മുൻകാലങ്ങളിൽ ലോകായുക്തയുടെ ഒരു പരാമർശം ഉണ്ടാവുമ്പോൾ പോലും നമ്മുടെ പല മന്ത്രിമാരും രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജിവെച്ച് പോകേണ്ടി വരുന്നത് ആദ്യമായിട്ട് കേസിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചു 14 ക്ലാസ് അനുസരിച്ച് അദ്ദേഹം അയോഗ്യനാണെന്ന് പ്രഖ്യാപിച്ചത് KT ജലീലിൻ്റെ കാര്യത്തിലാണ്, ബന്ധു നിയമനം. എന്നിട്ട് പോലും ഇപ്പോഴും KT ജലീൽ പറയുന്നത് അദ്ദേഹത്തെ കേട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായി തീരുമാനം. അതൊക്കെ തെറ്റാണ്. കാരണം എൻ്റെ കയ്യിൽ അതിൻ്റെ വ്യക്തമായ രേഖകളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ലോകായുക്ത കോടതിയിൽ ഞാൻ നേരിട്ട് ഹാജരായിട്ടുള്ള ആളാണ് കേൾക്കുന്നതിന് വേണ്ടി. അപ്പോഴേക്കും അദ്ദേഹം തന്നെ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശക്തമായിട്ട് വാദങ്ങൾ നിരത്തി. ഇപ്പോൾ അദ്ദേഹം വേണം അദ്ദേഹത്തിൻ്റെ ഭാഗം കേട്ടിട്ടില്ലെന്നാണ്. അതൊക്കെ കളവാണ്. അപ്പോൾ എന്തായാലും കോടതിയുടെ വിധി വളരെ സ്വാധാരണമായ വിധിയാണ്, നിഷ്പക്ഷമായ ഒരു വിധിയാണ് ലോകായുക്തയും പ്രഖ്യാപിച്ചത്. അന്ന് ജസ്റ്റിസ് സിറേഖ് ജോസഫും ജസ്റ്റിസ് ഹാറൂൺ റഷീദുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ വന്നപ്പോഴേക്കും സിറ്റുവേഷൻ മാറി. അതുകൊണ്ട് വളരെ സുദീർഘമായി 1 വർഷത്തോളം ഈ ജഡ്ജ്മെൻറ്റ് പറയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പിച്ചു. അപ്പോൾ വിധി പറയേണ്ട ഒരവസ്ഥ വന്നു. ഞാൻ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവന നടത്തണമെന്നുള്ള ഡയറക്ഷൻ വന്നപ്പോഴേക്കും മുഖ്യമന്ത്രി അന്ന് അമേരിക്ക ചികിത്സയിലായിരുന്നു. അദ്ദേഹം സ്പെഷ്യൽ ക്യാബിനറ്റ് ഓൺലൈനായിട്ട് കൂടിയാണ് ലോകായുക്ത ഓർഡിനൻസ് കൊണ്ടുവന്നത്. അതിനകത്ത് ക്ലാസ് 14 മാത്രമേ എടുത്ത് തുടങ്ങിയത്. 12 ക്ലാസ്സുണ്ട്. ക്ലാസ് 12 എന്താണ്? 12 പറയുന്നത് കുറ്റക്കാരനാണെന്ന് അതിന് കുറ്റം ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്യുക, 14 ഡിസ്ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ 14ൻ്റെ ക്ലാസ്സിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ കുറ്റം ചെയ്തതായിട്ട് വന്നു കഴിഞ്ഞാൽ ലോകായുക്തയ്ക്ക് റിപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നിയമസഭയായിരിക്കും എന്ന് വന്നാൽ ഏതെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു അപ്പീൽ എതിരായിട്ട് വരുമോ? ചിലപ്പോൾ പ്രതിപക്ഷ MLAക്കെതിരായിട്ടാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഭരണപക്ഷ MLAമാർ എന്നും സേഫാണ്. കാരണം മുഖ്യമന്ത്രി എപ്പോൾ ഇതാണ് നിയമസഭ മെജോറിറ്റിയുള്ളവർ നിയമസഭയിൽ വരും. അപ്പോഴേ ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നതും ഇപ്പോഴും ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തേക്കുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ലോകായുക്ത. ആ ലോകായുക്ത
നമ്മുടെ ജില്ലാ കോടതിയുടെ അധികാരങ്ങളെല്ലാം ലോകായുക്തയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു ജഡ്ജ്മെൻറ്റ് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റിനെ ചലഞ്ച് ചെയ്യാൻ ജുഡീഷ്യറിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ഹൈക്കോടതി ആയിരിക്കണം. അപ്പോൾ അതിന് പകരം അതിൻ്റെ ഈ ജുഡീഷ്യൽ ബോഡിയുടെ അപ്പലേറ്റ് അതോറിറ്റി നമ്മുടെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറാവാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നീതിന്യായം എന്ത് നടക്കാനാണ്? ഇതാണ് ഒരു പ്രശ്നം. അപ്പം നിയമം ഭേദഗതി ചെയ്തത് അതിന് വേണ്ടിയാണ്. അതിനെയാണ് ഞാനിപ്പോൾ ലോകായുക്തയെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു വളരെ ഉണ്ട്, ആ ലോകായുക്തയിലുള്ള ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകായുക്തയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അല്ല, എനിക്കെതിരെയുള്ള FIR-ൽ പറഞ്ഞിരിക്കുന്നത് ലോകായുക്തയെ വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അല്ല അതല്ല, അത് സുമേഷ് പറയേണ്ട കാര്യമില്ല. കാരണം അതൊരു അഭിപ്രായ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. മാത്രമല്ല അതൊരു വാസ്തവമാണ്. കാര്യം 1500ഓളം കേസുകൾ പ്രതിവർഷം ഉണ്ടായിരുന്ന ലോകായുക്തയിൽ ഇപ്പോൾ കേസുകൾ 200 താഴെയാണ്. കാരണം ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായി. യെസ്, ഞാൻ പറയുന്നത് ആ ലോകായുക്തയുടെ വിശ്വാസം നിലനിർത്തണം. ഒരു കാരണവശാലും ലോകായുക്തയുടെ നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ലായിരുന്നു. വേണമെങ്കിൽ പരമാവധി ചെയ്യാമായിരുന്നു. എന്തെന്നറിയോ, KT ജലീലിൻ്റെ കാര്യത്തിൽ ലോകായുക്ത ക്ലാസ് 14 അനുസരിച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയെങ്കിലും ലോകായുക്ത നിയമം അനുസരിച്ച് രാജിവെച്ചിട്ട് കോടതിയിൽ വരാനാണ് പറഞ്ഞത്. കാരണം അത്രത്തോളം പവർഫുള്ളാണ്. വാസ്തവത്തിൽ അതിനകത്ത് വേണമെങ്കിൽ ആ നിയമം മാറ്റാം. ആ നിയമം മാറ്റിയിട്ട് ലോകായുക്ത ഒരു വിധി പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹൈക്കോടതിയിൽ പോകാമെന്നുള്ളൊരു ക്ലാസ് വെച്ചാൽ മതി. അവിടെ ഒരു അപ്പീൽ ക്ലാസ് വെച്ചാൽ മതി. ആ അപ്പീൽ നേരെ മുഖ്യമന്ത്രിയിലേക്ക് നിയമസഭയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെടും. ലോകായുക്തയ്ക്ക് പ്രസക്തി ഇല്ലാതായി. ഇനി ഇത് ഇപ്പോൾ മാത്രമല്ല, നാളെ വരാൻ പോകുന്ന സർക്കാരുകൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. തീർച്ചയായിട്ടും. കാര്യം നാളെ വരാൻ പോകുന്ന സർക്കാരുകളും ആലോചിക്കുന്നത് ഞങ്ങളും സേഫാണല്ലോ, ഞങ്ങളും ചിലപ്പോൾ അഴിമതി കാണിക്കും. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല. കാരണം ഏത് ഭരണ തീരുമാനം, അതിപ്പോഴേ ഇരിക്കുന്ന ഭരണം മാറി മറ്റൊരു ഭരണം വന്നാലും അവരിതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ജനത്തിന് നീതിക്ക് വേണ്ടി ചെല്ലേണ്ട കോടതി നീതി ലഭിക്കേണ്ട അവസരം വരുമ്പോൾ അപ്പലേറ്റ് അതോറിറ്റിയാണ് തള്ളിക്കളഞ്ഞാൽ പിന്നെ എന്താ? അതോടെ തീർന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോകായുക്തയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യമാണ്. ഇനി എന്തിനാണ് അവിടെ പോകുന്നത് എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. വളരെ നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ്. ലോകായുക്തയിൽ കേസ് നൽകിയ ഒരാളെന്ന നിലയിലും നിരവധി കേസുകൾ ഞാൻ ലോകായുക്തയെ കൊടുത്തിട്ടുണ്ട്. അന്നെല്ലാം ജഡ്ജ്മെൻറ്റുകൾ നമുക്ക് അനുകൂലമായി. അതിന് ഏറ്റവും വളരെ പ്രധാനം 2008 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റന്മാരുടെ നിയമനം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റന്മാരായിട്ട് ജയിച്ചു വന്ന കുട്ടികൾ അവിടെ ഉണ്ട്. ആ സമയത്ത് ഉത്തരക്കടലാസ് 48,000 ഉത്തരക്കടലാസുകൾ നശിപ്പിച്ചതിന് ശേഷം വ്യാജ മാർക്ക് എഴുതി അസിസ്റ്റൻ്റുമാർ നിയമിച്ചു. ആ അസിസ്റ്റൻ്റുമാർ നിയമിച്ചതിൻ്റെ ആ കേസിൽ ലോകായുക്തയുടെ ശക്തമായ വിധിയെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി നോൺ ടീച്ചിങ് നിയമനങ്ങൾ മുഴുവൻ PSC വിടാൻ തീരുമാനിച്ചത്. അപ്പോൾ ലോകായുക്ത അത്രത്തോളം പവർഫുള്ളാണ്. അവർ പറഞ്ഞു ഇത് കാണിച്ചത് തെറ്റാൻ, ലിസ്റ്റ് റദ്ദാക്കണം, അടിയന്തരമായിട്ട് യൂണിവേഴ്സിറ്റി നിയമനങ്ങൾ മുഴുവൻ PSCക്ക് വിടണമെന്ന് പറഞ്ഞ ലോകായുക്തയാണ്. അപ്പോൾ ലോകായുക്തയിൽ എനിക്ക് വലിയ ബഹുമാനമാണ്. പക്ഷേ ആ ലോകായുക്ത, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിൽ ലോകായുക്തയെ സമീപിച്ചത്. വിശ്വാസമാണ്. പക്ഷേ ലോകായുക്ത ആ ഒരു ഹർജിയാണ് ലോകായുക്തയെ ഇന്നത്തെ ഈ ഒരു പല്ലും നഖവും കൊഴിഞ്ഞ നിലയിലേക്ക് ആക്കിയതെന്ന് പറയാല്ലേ? തീർച്ചയായിട്ടുമാണ്. ഈ സംശയമില്ല. കാരണം ഞാനിപ്പോഴും പറയുന്നു, ഒരിക്കലും ഗവൺമെൻറ് അതിന് തയ്യാറാകരുതായിരുന്നു. അത് പറയാൻ കാരണം എന്താ അറിയോ? ലോകായുക്തയുടെ നിയമം ഇരിക്കുമ്പോൾ തന്നെ രണ്ടാമത് ജഡ്ജ്മെൻറ്റ് എന്താ വന്നത്? ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴേക്കും ലോകായുക്തയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നു. ലോകായുക്ത ഇത് മെയിൻറ്റെയിനബിൾ ആണ് എന്ന് പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന ലോകായുക്ത മെയിൻറ്റെയിനബിൾ അല്ല എന്ന് പറയുന്നു. അതിനെ തുടർന്ന് 3 അംഗ ബെഞ്ചിന് വയ്ക്കുന്നു. അവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് വന്നത്. 2 ലോകായുക്ത മെയിൻറ്റെയിനബിൾ അല്ല എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത കേസ് തള്ളി. മെറിറ്റോട്ടല്ല പോയത്. കേസിൻ്റെ മെറിറ്റ് പരിശോധിക്കുന്നതിന് പകരം ക്യാബിനറ്റാണ് ദുരിതാശ്വാസ നിധിയിലെ പണം കൊടുക്കാൻ തീരുമാനിച്ചത്. ക്യാബിനറ്റ് എടുത്ത തീരുമാനം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നില്ല. ക്യാബിനറ്റിന് ചോദ്യം ചെയ്യാൻ ലോകായുക്തയ്ക്ക് അധികാരം ഇല്ല എന്നുള്ളിടത്താണ് എത്തിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിലെ പണം മന്ത്രിമാരെല്ലാവരും കൂടെ വളങ്ങിയിരുന്നാൽ എന്തും ചെയ്യാമെന്നുള്ളത് അത് ശരിയല്ല. നമ്മൾ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് പണം കൊടുക്കുന്നത് അത് അർഹിക്കുന്നവരുടെ കയ്യിലെത്തുമെന്നാണ്. ഇനിയും അങ്ങനെ എത്തണമെന്നുള്ള അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഇത് നാളെ വരാൻ പോകുന്ന ഗവൺമെൻറ്റുകൾക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മുടെ ഏത് മുഖ്യമന്ത്രി വന്നാലും പണം കൊടുക്കും.
കാരണം പണം ആൾ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കും. ആ പണം നാളെ വരാൻ പോകുന്ന മുഖ്യമന്ത്രിമാരും പഴയ രീതി അനുസരിച്ച് ഞങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു അത്. പക്ഷേ മറ്റൊരു കാര്യം സാർ, ഇവിടെ ഈ ലോകായുക്തയുടെ താങ്കളുടെ ഹർജി അത് വിധി പറയാൻ ഇരിക്കുമ്പോൾ തന്നെ ഈ ലോകായുക്ത ജഡ്ജിമാർ മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ഒരു സംഭവം ഉണ്ടായി. അതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? അല്ല, അതെല്ലാം ആ അർഹിക്കുന്ന സ്ഥാനത്തിരിക്കുന്നവർ സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ആ കേസ് ഇതുവരെ പരിഗണനയിരിക്കുന്ന അവസരത്തിൽ ഒരിക്കലും ഈ ജഡ്ജസ് ലോകായുക്തയായാലും ഉപലോകായുക്തയായാലും അങ്ങനെയുള്ള വിരുന്നുകളിലും അവരുടെ ഫേവറിന് വേണ്ടി പോകാൻ പാടില്ല. മുഖ്യമന്ത്രിമാരുടെ വിരുന്നുകളിലൊന്നും ഇത് ലോകായുക്ത പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ല. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു കോൺട്രവേഴ്സി നിൽക്കുന്ന സമയമാണ്. മുഖ്യമന്ത്രിക്കെതിരായിട്ടും ക്യാബിനറ്റിനെതിരായിട്ടുള്ള കേസ് ലോകായുക്തയുടെ സജീവ പരിഗണനയിലിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഇഫ്താർ വിരുന്നിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അവിടെയും ഞാൻ പറയും വേറെ ചിലപ്പോൾ ഇത് ലോകായുക്തയെ സ്വാധീനിക്കുമെന്ന് ഞാൻ പറയല്ല. പക്ഷേ ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ഒരു ബാധ്യത ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ന്യായമായാലും അന്യായമായാലും നമുക്ക് ഹർജിക്കാരന് അനുകൂലമാവാം, ചിലപ്പോൾ എതിരാവാം. പക്ഷേ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ നിഷ്പക്ഷനാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ആ സ്ഥാനത്തിരിക്കുന്നവർക്കുണ്ട്. അതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ആക്ഷേപം ഉണ്ടായത്. അല്ല, അതിനുശേഷം ഈ ലോകായുക്തയുടെ ഭേദഗതി ബില്ല് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഗവർണർ ആ ബില്ലിൽ ഒപ്പിടാതെ ഒരുപാട് കാലം ഗവർണർ തടഞ്ഞു വയ്ക്കാൻ കാര്യം ലോകായുക്ത ഓർഡിനൻസിൽ ആദ്യം ഗവർണർ ഒപ്പിടാൻ മടിച്ചു. അപ്പോഴേക്കുള്ള തീരുമാനം ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ഗവർണറായിരിക്കും എന്നായിരുന്നു. ഗവർണർ അപ്പലേറ്റ് അതോറിറ്റി ആകുമ്പോൾ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ ബില്ല് നിയമസഭയിലേക്ക് വന്നപ്പോൾ ഓർഡിനൻസ് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തത് അദ്ദേഹം അപ്പലേറ്റ് അതോറിറ്റിയാണെന്ന രീതിയിൽ ഒപ്പിട്ട് കൊടുത്തു. നിയമസഭയിൽ വന്നപ്പോൾ ഗവർണറെ മാറ്റി. കാരണം ആ അവസരത്തിൽ യൂണിവേഴ്സിറ്റി ഇഷ്യൂവിൽ ഗവർണറും ഗവൺമെൻറ്റുമായിട്ട് ഒരു ഏറ്റുമുട്ടലുണ്ടായി. പിന്നെ അദ്ദേഹം അപ്പലേറ്റ് അതോറിറ്റിയായിട്ട് ഇരിക്കുന്നത് സേഫ് അല്ല എന്ന് കണ്ടുകൊണ്ട് ആണ് മന്ത്രിമാരുടെ അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിയായും മുഖ്യമന്ത്രിയുടേത് നിയമസഭയാക്കി മാറ്റിയത്. അതാണ് ഗവർണറെ അപ്പോഴേക്ക് അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോകായുക്ത നിയമം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മോഡലാണ് നമ്മുടെ ലോകായുക്ത നിയമം കേരളത്തിൻ്റെ. അത് ശക്തമായിരിക്കണമായിരുന്നു. ദൗർഭാഗ്യമെന്ന് വരട്ടെ ഈ ഒരൊറ്റ ഈ കേസിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ആ ലോകായുക്ത നിയമം മാറ്റിയത് ദൗർഭാഗ്യകരമാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കിപ്പോഴും ഉള്ളത്. പിന്നെ മറ്റൊന്ന്, വാസ്തവത്തിൽ ലോകായുക്തവർ ഇതിനു വേണ്ടി മെയിൻറ്റെയിനബിളല്ല എന്ന് വാദിക്കുന്നതിനേക്കാളും ഇങ്ങനെ 3 പേർക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 പേരുടെ പേരുണ്ടല്ലോ, അവർക്ക് പണം കൊടുത്തതിന് ശേഷം ലോകായുക്ത ജസ്റ്റിസ് സിറിക് ജോസഫ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ചോദിച്ചു, പിന്നീട് ആർക്കെങ്കിലും ഇതേ രീതിയിൽ പണം കൊടുത്തിട്ടുണ്ടോ? അവർ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ കേസ് കൊടുത്തതിൻ്റെ ഒരു ഗുണം ഉണ്ടായി, ഗവൺമെൻറ് കൂടുതൽ കാഷ്യസായി. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപക്ഷെ അങ്ങയുടെ ഹർജി ലോകായുക്തയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതൊരു പതിവാക്കിയാണ്. തീർച്ചയായിട്ടും ഞാൻ ആ കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും ഇനി ഈ രീതിയിൽ പണം കൊടുക്കുന്ന തെറ്റാണ്. ഒരുപക്ഷെ പാർട്ടി കൊലയാളികളെ രക്ഷിക്കാൻ നിയമ പോരാട്ടത്തിന് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ എന്താവശ്യത്തിന് അതെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഫണ്ട് പോലെ കണക്കാക്കാം എന്നൊരു തോന്നൽ ഉണ്ടായി. അത് മാറ്റിയെടുക്കാൻ നമ്മുടെ കേസ് ഉപകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ശേഷം ലോകായുക്തയുടെ വിധി വന്നതിന് ശേഷം താങ്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നോ? എന്താണ് ഹൈക്കോടതിയിൽ? അല്ല, ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന കേസ് ഇപ്പോഴും പെൻഡിങ് ആണ്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ്. കാരണം ഇതിൻ്റെ മെയിൻറ്റെയിനബിൾ അല്ല എന്നാണ് ലോകായുക്ത പറഞ്ഞിരിക്കുന്നത്. അത് മെയിൻറ്റെയിനബിൾ ആണോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഞാനിപ്പോൾ ഹൈക്കോടതിക്ക് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, കാരണം വെച്ചാൽ ലോകായുക്തയിൽ ആദ്യം അഡ്മിഷൻ വേണ്ടി വന്നപ്പോൾ അന്ന് ജസ്റ്റിസ് പയസ് കുറിയാക്കോസ് ആയിരുന്നു ലോകായുക്ത. അദ്ദേഹം വളരെ വിശദമായ വാദങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞത് നമ്മുടെ മിനിസ്റ്റർ എന്ന് പറയുന്നത് പബ്ലിക് സെർവൻ്റാണ്. പബ്ലിക് സെർവൻറ്റ്സ് എല്ലാവരും ലോകായുക്തയുടെ പെർവ്യൂവിൽ വരും. ക്യാബിനറ്റ് ഒരിക്കലും ലോകായുക്തയുടെ പെർവ്യൂവിൽ വരില്ല. ഞാൻ കേസ് കൊടുത്തേക്കുന്ന ക്യാബിനറ്റിനെതിരായിട്ടല്ല, മന്ത്രിമാർക്കെതിരായിട്ടാണ്. മന്ത്രിമാരെന്ന് പറയുന്ന പബ്ലിക് സെർവൻസാണ്. അപ്പം മന്ത്രിമാരെ അഴിമതി കാണിക്കുന്നു, അത് കൂട്ടായിട്ട് കാണിച്ചാലും ഒറ്റയ്ക്ക് കാണിച്ചാലും അഴിമതിയാണ്. അതുകൊണ്ട് ഇത് ലോകായുക്തയുടെ പരിധിയിൽ വരുമെന്ന് വ്യക്തമായ വിധിന്യായമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്ന ലോകായുക്ത ഹിയറിംഗ് നടത്തിയത്. ഇതെല്ലാം നടത്തിക്കഴിഞ്ഞപ്പോൾ വാദം ഒരു സ്റ്റേജിലെത്തിയപ്പോൾ കേസ് സർക്കാരിനെതിരാവും മുഖ്യമന്ത്രിക്കെതിരായിട്ട് കണ്ടപ്പോഴാണ് അവർ കണ്ടെത്തിയ ഒരു കുറുക്കു മാർഗമാണ്
നിയമം ഭേദഗതിയാണ്. ഭേദഗതി ചെയ്യുക എന്നുള്ളത്. അത് ഒഴിവാക്കാമായിരുന്നു. ഇനി സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ചെലവഴിക്കേണ്ടത്? ദുരിതാശ്വാസ നിധിയുടെ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകൃതി ദുരന്തം, 2 മഹാമാരി, പിന്നെ ചില ആളുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, ഇപ്പോൾ നമ്മുടെ ക്യാൻസർ, അതിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ബൈപ്പാസ് സർജറി, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് വളരെ ഞെരുങ്ങും ആൾക്കാർ. അപ്പോൾ അവരെ സഹായിക്കാൻ ഈ ഫണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി, ഇതെല്ലാം ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ കയ്യേങ്ങി സംഭവിക്കുന്നത്. ചില കമ്പനികൾ അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ തെളിവാണെന്ന് തോന്നുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം കുറയുന്നു എന്നതിൻ്റെ തെളിവാണെന്ന് തോന്നുന്നു. 2021 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1200 ചില്ലാനം കോടി വന്ന സ്ഥാനത്ത് ഇപ്പോൾ വയനാട് ദുരന്തം, അതായത് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം വന്നപ്പോൾ പോലും 500 ചില്ലാനം കോടി രൂപയെ വന്നിട്ടുള്ളൂ എന്നുള്ളത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ നേരത്തെ സൂചിപ്പിച്ചതാണ്. കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ പണം കൊടുത്താൽ അത് വ്യക്തമായും അവരുടെ കൈകളിലെത്തില്ല, ദുരിതം അനുഭവിക്കുന്നവരുടെ കയ്യിലെത്തില്ല എന്നൊരു ഫീലിംഗ് ജനറലായിട്ടുണ്ടായിപ്പോയി. അത് വാസ്തവത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ ഒരു ലാപ്സാണ്. അതിന് ഈ കഴിഞ്ഞ ലോകായുക്തയുടെ കേസും ലോകായുക്തയുടെ നിയമ ഭേദഗതിയൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരോട് അറിയാമല്ലോ, 1 മാസത്തെ ശമ്പളം സാലറി ചലഞ്ച് ഒക്കെ ചോദിച്ചാൽ ആദ്യത്തെ തവണ എല്ലാവരും സഹിച്ചു. പക്ഷേ ഇത്തവണ അവരാരും തന്നെ തയ്യാറായില്ല. അതിനും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സർക്കാർ ജീവനക്കാരന് ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര DA കൃത്യമായി നൽകിയെങ്കിലും ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ അവരാൾക്കാർക്ക് വളരെ നിരാശരാണ്. കാരണം ഇത്രയും ജീവൻ നിലവാര സൂചിക ഉയരുന്നതിനനുസരിച്ച് പ്രപ്പോർഷനായിട്ട് സാലറി കൂടിയില്ലെങ്കിലും അവരുടെ ഓരോ മാസത്തെ ജീവിതവും കടത്തിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിൽ വളരെ നിരാശരാണ്. അപ്പോഴേക്കാണ് പറയുന്നത് 5 ദിവസത്തെ ശമ്പളം. അല്ല, അത് മാത്രമല്ല, അന്ന് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത് ഈ പണം മടക്കി കൊടുക്കുമെന്നാണ്. പക്ഷേ പിന്നീട് അതൊക്കെ പറഞ്ഞിരുന്നു, മടക്കി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് അർഹിക്കുന്ന DA പോലും കൊടുക്കാതെയായി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് ശമ്പളം വാങ്ങുന്ന സംസ്ഥാന ജീവനക്കാരായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. കാരണം ആ പണം തന്നെ 48,000 കോടി രൂപ സർക്കാർ ജീവനക്കാരന് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ പണമൊക്കെ ഇവിടെ പോയി. ആ പണമൊക്കെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു. എന്താ ആവശ്യം എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് പണം കൊടുക്കുന്നതിനുള്ള ഒരു വലിയ പിൻവേണ്ടികളുണ്ടാവും. പ്രത്യേകിച്ച് പണം കൃത്യമായിട്ട് നൽകുന്നുമില്ല, പണം കൃത്യമായിട്ട് നൽകുന്നില്ല, പണം കൃത്യമായിട്ട് വിനിയോഗിക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ട്. അതാണ് ഇത് കുറയാൻ കാരണം. പിന്നെ മറ്റൊന്ന്, അതിന് പകരം എല്ലാവരും വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായി. അതായത് DYFI ആവട്ടെ, പിന്നെ സിദ്ധരാമയ്യ, KPCC, പിന്നെ രാഹുൽ ഗാന്ധി, ശോഭാ ബിൽഡേഴ്സ്, എല്ലാവരും 50, 100 എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ പറയും. അപ്പോൾ ഇതെല്ലാം വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പണം നേരിട്ട് ഗവൺമെൻറ് എത്തിച്ചാൽ കൃത്യമായിട്ട് എത്തില്ല എന്നുള്ളൊരു മെസ്സേജ് ജനങ്ങൾക്കുണ്ട്. അത് വലിയ അപകടമാണ്. അത് മാറ്റിയെടുക്കണം. ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നത്, ലോകായുക്ത നിയമം ഇങ്ങനെ ഇരിക്കട്ടെ. ലോകായുക്ത നിയമം ഇനി മാറ്റിക്കഴിഞ്ഞു. നാളെ വരാൻ പോകുന്ന സർക്കാരുകളും ഇത് തന്നെ ഏറ്റവും വലിയ സൗകര്യമെന്ന് കാണും. പക്ഷേ ദുരിതാശ്വാസ നിധി കൃത്യമായിട്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി സ്ട്രെങ്തൻ ചെയ്യണം. മറ്റൊന്ന്, സ്ട്രെങ്തൻ ചെയ്യുകയും അത് ട്രാൻസ്പെറൻ്റ് ആണെന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി സാർ, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓഡിറ്റിന് വിധേയമാണ് എന്ന് പറയുന്നു, എന്നാൽ ഓഡിറ്റിന് വിധേയമല്ല എന്നും പറയുന്നു. എന്താണ് അതിന് കാര്യം വെച്ചാൽ, കൃത്യമായ കണക്കുകൾ, അതായത് ട്രഷറി വഴിയെ മാത്രമേ പണം കൊടുക്കാനൊക്കെയുള്ളൂ. ഇപ്പോൾ ചെക്കായാലും ട്രഷറി കൂടെ പോകും. പക്ഷേ വരുമാനത്തിനെക്കുറിച്ചല്ല, വരുമാനത്തിനെക്കുറിച്ച് തർക്കമല്ല. ഇപ്പോൾ തന്നെ ഇത്ര കോടി രൂപ വന്നിട്ടുണ്ട്. അത് ചിലവാക്കുന്നതിനെക്കുറിച്ചാണ് ജനത്തിന് സംശയം. ഈ പണം എന്തിന് ചിലവാക്കി, ആർക്ക് ചിലവാക്കി, എങ്ങനെ ചിലവാക്കി, അതൊരു സൈറ്റിൽ കൊടുത്താൽ മതിയല്ലോ. ഞങ്ങൾ ഇത്ര രൂപ വരുമാനം എല്ലാവരും കൊടുക്കും, അത് കറക്റ്റായിട്ട് തന്നെ കണക്കിൽ വരും. കാരണം ത്രൂ ട്രഷറിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ചിലവിനെക്കുറിച്ചാണ് ആൾക്ക് സംശയം. ചിലവുകൾ അർഹിക്കാത്തവരുടെ കയ്യിലെത്തിയിട്ടുണ്ടോ? എത്തിക്കൂടാന്നില്ല, കാരണം പഴയ ചരിത്രങ്ങൾ അതാണ്. അതെ, അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറാകണം. ഇനിയും ഞാൻ പറയുന്നു,
ഗവൺമെൻറ് ദുരിതാശ്വാസ പണം എന്താ സൈറ്റ് കൊടുത്താൽ പോരെ? വെബ്സൈറ്റിൽ ഇന്ന ആവശ്യം ഇത്ര രൂപ കൊടുത്തു, പ്രശ്നം തീർന്നല്ലോ. അത് ചെയ്യണം. അത് ചെയ്താൽ ഈ കോൺട്രവേഴ്സി മാറുകയും ചെയ്യും. ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കുകയും ചെയ്യും. പക്ഷേ കൊടുത്തില്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ ആളുകൾക്ക് വൈമുഖ്യം കാണിക്കുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറ്റപ്പെടുത്താനൊക്കെ ഇല്ല. അവർ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? ഞങ്ങൾ കൊടുക്കുന്ന പണം, നമ്മൾ പണം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഉദ്ദേശത്തിലാണല്ലോ. ആ ആളിൻ്റെ കയ്യിൽ എത്തിയില്ല എന്ന് കണ്ടാൽ പിന്നെ എങ്ങനെ കൊടുക്കും? അല്ല, അതായത് ഓഖി ദുരന്തത്തിലും പ്രളയത്തിലും വീട് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും വീടുകൾ കിട്ടിയിട്ടില്ല. ഇപ്പോഴും വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു മാധ്യമങ്ങളായാലും പൗരന്മാരായാലും അതിന് ചോദ്യം ചെയ്യേണ്ടതല്ലേ? വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും 10,000 രൂപ മാത്രം കിട്ടിയ ആൾക്കാരുണ്ട്. ആദ്യത്തെ ഒരു അഡ്വാൻസ് 10,000 രൂപ കൊടുക്കുമല്ലോ. അതിനുശേഷം വീട് നഷ്ടപ്പെട്ടവർക്ക് പണം കൊടുക്കാത്ത ഒത്തിരി പേരുണ്ട്. അവർക്ക് തിരിച്ച് ഗവൺമെൻറ് പറയാനായിട്ട് പല ന്യായങ്ങളും കാണുമായിരിക്കാം. പക്ഷേ പണം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പണമൊക്കെ എന്തിനു വേണ്ടിയാണ് കൊടുത്തത്? അപ്പോൾ ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലും കൃത്യമായ കണക്കുകൾ ഹാജരാക്കണം. ഞങ്ങൾ ഇത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് ഗ്രാൻഡായിട്ട് ഇവിടെ കൊടുക്കും. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നേരിട്ട് ചിലവാക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു വിഹിതം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് സപ്പോർട്ടായിട്ട് കിട്ടും. വാസ്തവത്തിൽ വയനാട് ഇപ്പോൾ നമ്മുടെ ആ ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഇതൊക്കെ തുറന്ന് പറയുന്ന മാധ്യമങ്ങളെ പോലും ഇത്തരത്തിൽ അവിടെ ഇപ്പോൾ അറിയുന്നതെന്ന് വെച്ചാൽ വാടകയ്ക്ക് വീടുകൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇനി എത്ര നാൾ വാടക കൊടുക്കുമെന്ന് അറിയില്ല. പിന്നെ പറയുന്നുണ്ട് ടൗൺഷിപ്പ് ആക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആൾക്കാർ വീട് വെച്ച് കൊടുക്കാമെന്ന് ഇതൊക്കെ പറയുന്നു. ഞാൻ പറയട്ടെ, 100 വീട് വെച്ച് കൊടുക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു, അല്ലെങ്കിൽ DYFI പറഞ്ഞു, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞു. ഇങ്ങനെ ഓരോ പറഞ്ഞാലും ഇപ്പോൾ സിദ്ധരാമയ്യ അദ്ദേഹം പറയും. ഇതൊക്കെ പറഞ്ഞാലും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത് മോണിറ്റർ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. പക്ഷേ അവർ ഇപ്പോഴും നിശബ്ദത പാലിക്കുന്നത് കണ്ടില്ല എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കോർഡിനേഷൻ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതിൻ്റെ ദുരന്തം ഇന്ന് വയനാട്ടിലുണ്ട്. വയനാട്ടിൽ ജനങ്ങൾ പൂർണ്ണമായും നിരാശരാണ്. ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് വയനാട്. ആ വയനാടിനെക്കുറിച്ച് മൊത്തത്തിൽ ജനങ്ങൾ അവിടുത്തെ നിരങ്ങൾ ഡീമോറലൈസ്ഡാണ്. എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ഇത്തവണത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പെർസെൻറ്റേജ് വോട്ട് പോലും കുറഞ്ഞു വയനാട്ടിൽ. അപ്പോൾ അതും ചിലപ്പോൾ ഇതൊരു കാരണമായിരിക്കാം. ജനങ്ങൾ വളരെയധികം നിരാശരാണ്. ഞങ്ങൾ നിരാശരാണ്, ഞങ്ങൾക്ക് വേണ്ടി ആരുമില്ല, ഞങ്ങൾക്ക് ആരുമില്ല എന്നൊരു ഫീലിംഗ്, അത് വലിയ അപകടമാണ്. അല്ല, അത് അവർക്ക് മാത്രമല്ല, മറ്റുള്ള പുറമേ നിന്ന് കാണുന്നവരും വിചാരിക്കുന്നത് നാളെ ഒരു പക്ഷേ ഞങ്ങൾക്കും ഇത് വരാം, ഞങ്ങളുടെ അവസ്ഥ ഇതായിരിക്കാം എന്നൊരു ചിന്ത ഉണ്ടാവും. കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സിൽ വേരുറച്ചു പോയി. തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഈ പണം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ വച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവരെ അവരിൽ നിന്ന് മുഴുവനും അവരെ കോർഡിനേറ്റ് ചെയ്ത് അവിടെ ടൗൺഷിപ്പ് ആക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വീട് വയ്ക്കാനോ ഉള്ള സ്ഥലം പതിച്ചു കൊടുക്കേണ്ട ബാധ്യതയെല്ലാം ഗവൺമെൻറ് എടുക്കണം. അത്തരത്തിലുള്ള ഒരു മോണിറ്ററിങ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇനിയെങ്കിലും ഉണ്ടാകണം. അങ്ങനെയെങ്കിലും ഉണ്ടായാൽ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്നു തോന്നലുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സ്ട്രെങ്തൻ ചെയ്യിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരുന്നവരുടെ എണ്ണം കുറയും. സ്വാഭാവികം. അത് തീർച്ചയായിട്ടും നിലയ്ക്കുകയും ചെയ്യും. അത് നിലയ്ക്കുകയും അത് വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം നാളെ നമ്മുടെ നാട്ടിൽ എപ്പോഴും എവിടെയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴേക്ക് പണമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സ്ട്രെങ്തൻ ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വിനിയോഗിക്കുന്നത് സത്യസന്ധമായിട്ട് എലിജിബിളായിട്ടുള്ള ആൾക്കാരുടെ കൈ കിട്ടുമെന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം. ഇപ്പോഴേ ലോകായുക്തയുടെ ഇന്നത്തെ അവസ്ഥ, ലോകായുക്തയിൽ ഇപ്പോൾ ഒരു ലോകായുക്ത മാത്രമേ ഉള്ളൂ. ലോകായുക്തയിൽ 2 ഉപലോകായുക്തമാരുടെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞിടക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ഗവൺമെൻറ് പരിശോധിക്കണം. കാരണം ഹാറൂൺ റഷീദ് രാജിവെച്ച് പോയല്ലോ. എന്തുകൊണ്ട് ഹാറൂൺ റഷീദ് രാജിവെച്ചു? കാരണം ലോകായുക്തയായിട്ട് നിയമിക്കാൻ നിയമ ഭേദഗതിയിൽ മുമ്പ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം ലോകായുക്തയെന്നും ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കണം ഉപലോകായുക്ത എന്നാണ് നമ്മുടെ നിയമം. 99 നയനാരുടെ കാലത്ത് കൊണ്ടുവന്ന നിയമം ഇതുവരെ തുറന്നുകൊണ്ടിരുന്നത്. ഈ നിയമം ഭേദഗതി ചെയ്തു. ഹൈക്കോടതി ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരാൾ ലോകായുക്തയായി മതി എന്ന് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിക്കൂടാന്നല്ല, ഹൈക്കോടതി ജഡ്ജിക്ക് ലോകായുക്തയാകാം എന്ന രീതി നിയമ ഭേദഗതി കൊണ്ടുവന്നു. അപ്പോൾ സംഭവിച്ചത് എന്താ? വളരെ ജൂനിയറായിട്ടുള്ള
ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരാളെ ഇപ്പോൾ ലോകായുക്തയായിട്ട് നിയമിച്ചു. എന്തുകൊണ്ട് ഒരു പാനൽ ആവശ്യപ്പെട്ടോ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ച് പാനൽ വാങ്ങിയിരുന്നെങ്കിൽ അതിൽ ചിലപ്പോൾ ചീഫ് ജസ്റ്റിസുമാർ കാണുമായിരുന്നു, വളരെ സീനിയറായിട്ടുള്ള ജഡ്ജിമാർ കാണുമായിരുന്നു. ഇതൊന്നും അല്ലാതെ ഒരാളിനെ നിയമിച്ചത് തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം ലോകായുക്തയുടെ നിയമനം പൊളിറ്റിക്കലാണ്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു നിയമനം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അപ്പോഴും മാത്രമല്ല, ഈ കഴിഞ്ഞ സിറിയക് ജോസഫും ഹാറൂണും ആയിട്ടുള്ള ദുരിതാശ്വാസ നിധിയുടെ കേസ് വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ശക്തമായ നിലപാട്, ഗവൺമെൻറ്റിന് അനുകൂല ശക്തമായ നിലപാടെടുത്തത് ഹാറൂണായിരുന്നു. ജസ്റ്റിസ് ഹാറൂൺ എടുത്ത നിലപാട് കൊണ്ടാണ് ജസ്റ്റിസ് സിറിയക് ജോസഫിന് ജഡ്ജ്മെൻറ്റ് ഇറക്കാൻ പറ്റാതെ വന്നത്. അദ്ദേഹം പറയും എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, അതുകൊണ്ടാണ് 3 അംഗ ബെഞ്ചിന് വിട്ടത്. അങ്ങനെയാണ് മെജോറിറ്റി വെച്ചുകൊണ്ട് മെയിൻറ്റെയിനബിൾ അല്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്ന ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയായിരിക്കുമ്പോൾ അവിടുത്തെ രജിസ്ട്രാർ മാത്രമായിരുന്നു ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന ജസ്റ്റിസ് അനിൽകുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രയോ ജൂനിയറായിട്ടുള്ള ഒരാളിനെ ലോകായുക്തയായിട്ട് നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിത്വമുള്ള ആർക്കെങ്കിലും അവിടെ ഉപലോകായുക്തയായിട്ട് തുടരാൻ കഴിയില്ല. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇനി പുതിയ ഉപലോകായുക്തന്മാർ 2 പേര് വേണം. കാരണം അവിടെ ഡിവിഷൻ ബെഞ്ച് പ്രവർത്തിക്കണമെങ്കിൽ തന്നെ ഒരു ലോകായുക്തയും ഒരു ഉപലോകായുക്തയും വേണം. അതുകൊണ്ട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പ്രവർത്തിക്കുന്നില്ല. അതിപ്പോൾ ലോകായുക്ത മാത്രമേ അവിടെ കേസ് നടത്തുന്നതിന് വേണ്ടിയുള്ളൂ. അപ്പോൾ ഉപലോകായുക്തയായിട്ട് ഇനി ഒരാൾ വേണമെങ്കിലും ജസ്റ്റിസ് അനിൽകുമാറിനേക്കാൾ ജൂനിയറായിട്ടുള്ള ആൾക്കാരെ വരുള്ളൂ. അദ്ദേഹം വളരെ റീസെൻ്റായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കാളും സർവീസ് കുറഞ്ഞ ജൂനിയറായിട്ടുള്ള ഒരാളല്ലാതെ വേറെ ആൾ ഇനി ഉപലോകായുക്തയായിട്ട് വരില്ല. ചുരുക്കി പറഞ്ഞാൽ ഉപലോകായുക്ത അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ലോകായുക്ത പ്രവർത്തിക്കുന്നില്ല, ഉപലോകായുക്തമാരില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നിയമം മാറ്റിയിട്ട് ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജി ലോകായുക്തയാവുന്നു, മറ്റേ ജില്ലാ ജഡ്ജിയെ മറ്റോ ഉപലോകായുക്തയാക്കാണ്ട് അതും കൂടെ നിയമം ഭേദഗതി ചെയ്യട്ടെ. എന്തായാലും ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് ലോകായുക്തയിലില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോലും എത്തിച്ചു. ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ ഞാൻ ഒറ്റവാക്കി പറയുന്നുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന സംവിധാനം നാട്ടിൽ വേണ്ടതു തന്നെയാണ്. അത് വകമാറ്റി ചിലവഴിക്കുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പൗരന്മാരും മാധ്യമങ്ങളുമാണ്. അത് മാത്രമേ ഞങ്ങളും ചെയ്തുള്ളൂ. ലോകായുക്തയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു, ലോകായുക്തയെ പിണറായി വിജയൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് എനിക്കെതിരെയുള്ള FIRൻ്റെ ആരോപണം. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എപ്പോഴും നമ്മൾ നിശബ്ദരായിരിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും മാധ്യമങ്ങൾ അത് തുടരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ തിരുത്തപ്പെടേണ്ടത് ഞങ്ങളല്ല, സർക്കാരാണ്, ഭരിക്കുന്നവരാണ്, ഭരണകൂടമാണ്. സർ, അങ്ങയുടെ വളരെ വിലപ്പെട്ട സമയം, കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഇനിയും പോരാട്ടം തുടരുക. എല്ലാവിധ പിന്തുണയുമായി DNA ന്യൂസും അതുപോലെ കേരളത്തിലെ പൊതുജനങ്ങളും അങ്ങയോടൊപ്പം ഉണ്ടാകും. നമസ്കാരം, നന്ദി.